മാധ്യമം ദിനപത്രത്തിലെ ശമ്പള നിഷേധത്തിനും തൊഴിലാളി ദ്രോഹ നടപടികൾക്കുമെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി നടത്തുന്ന 24 മണിക്കൂർ ഉപവാസ സമരം തുടങ്ങി. കോഴിക്കോട് വെള്ളിമാടുകുന്നിലെ മാധ്യമം ഓഫീസിന് മുന്നിലാണ് കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് KP റെജിയുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്നത്. മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ശമ്പളം വിതരണം ചെയ്യാൻ തൊഴിൽ വകുപ്പിന്റെ മധ്യസ്ഥതയിൽ അനുരഞ്ജന ചർച്ച നടത്തിയെങ്കിലും ഫലം കാണാതെ വന്നതോടെയാണ് സമരം. AK അഭിലാഷ് ചേരുന്നു സമരസ്ഥലത്തു നിന്നും. അഭിലാഷ്, എത്ര മാസമായി അവർക്ക് ശമ്പളം ലഭിച്ചിട്ട്? എന്തൊരു കഷ്ടമാണിത്. നമ്മളെയൊക്കെ പോലെ പണിയെടുക്കുന്നവരാണ്. ഈ നമ്മുടെ പ്രേക്ഷകരിലേക്ക്, വലിയ ഒരു കേരള സമൂഹത്തിലേക്ക് വാർത്തകൾ എത്തിക്കാൻ എല്ലാ ദിവസവും പണിയെടുക്കുന്ന മനുഷ്യരാണ്. ഈ ശമ്പളം കിട്ടാതെയും എത്രയോ മാസമായി അവർ പണിയെടുക്കുന്നു. എന്താണ് ഈ ഒരു സ്ഥാപനം പറയുന്നത്? എത്ര മാസമായി ഇവർക്ക് ശമ്പളം കിട്ടിയിട്ട്? രോഷ്നി, നമ്മുടെ സഹപ്രവർത്തകരാണ്. കഴിഞ്ഞ 5 മാസമായി ശമ്പളം കിട്ടാതെ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സമരത്തിലേക്ക് വന്നിരിക്കുന്നത്. രാപ്പകൽ സമരമാണ്. നേരത്തെ കോവിഡ് കാലത്ത് 4 മാസത്തെ ശമ്പളം കുടിശ്ശികയുണ്ട്. അതായത് 9 മാസത്തെ ശമ്പള കുടിശ്ശിക ഇപ്പോൾ ഉണ്ട് എന്നതാണ് ഇവർ പറയുന്നത്. അതോടൊപ്പം തന്നെ വലിയ തരത്തിലുള്ള സമ്മർദ്ദവും ഭീഷണിയും മാനേജ്മെന്റിന്റെ ഭാഗത്ത് ഉയർന്നു വരുന്നു എന്നുള്ള കാര്യം കൂടി പറയുന്നു. ഈ ശമ്പളം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ചാൽ പിന്നീട് ഭീഷണിപ്പെടുത്തുകയും സ്ഥാപനത്തിൽ പുറത്താക്കുക അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തി പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് അവർ പറയുന്നത്. നേരത്തെ 800 തൊഴിലാളികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, 800 ജീവനക്കാർ. പക്ഷേ സമീപകാലത്ത് അത് 400ആയി ചുരുങ്ങുകയും ഇപ്പോൾ അടുത്ത് ഏതാണ്ട് 140ഓളം ആളുകൾ പെട്ടെന്ന് തന്നെ അവർ സമ്മർദ്ദം കാരണം രാജിവെച്ച് പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷം അവർക്ക് തന്നെ ഈ പിരിഞ്ഞുപോയ ആളുകൾക്ക് പോലും യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകാതെയാണ് അവർ പോകേണ്ടി വന്നതെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഏതായാലും 2020 മുതൽ ഇവരുടെ DA അടക്കമുള്ള അവർക്ക് ലഭിക്കേണ്ടുന്ന സഹായങ്ങൾ അതടക്കം മാനേജ്മെന്റിന് കൊടുക്കുന്ന ഒരു സാഹചര്യമായി ഉണ്ടായിരുന്നത്. പക്ഷേ അപ്പോൾ പോലും മാനേജ്മെന്റിന്റെ ഭാഗത്ത് ഇവരുടെ ശമ്പള കുടിശ്ശിക നികത്തുന്നതിന് ആവശ്യമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇവരോട് വൈരനിര്യാതന ബുദ്ധിയോട് കൂടി പെരുമാറുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ കൂടി വരുന്നുണ്ട്. അതായത് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. കാരണം നമുക്കിവിടെ കാണാം, സ്ത്രീകളടക്കമുള്ള നിരവധി ജീവനക്കാരാണ് ഇത്തരത്തിൽ പണം ലഭിക്കാതെ അല്ലെങ്കിൽ ശമ്പളം ലഭിക്കാതെ ഈ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇവർ പ്രതിഷേധ സമരത്തിലേക്ക് കടക്കുന്ന ആ ഘട്ടത്തിൽ പോലും ജോലി ഒഴിവാക്കിക്കൊണ്ടല്ല, അവർ ജോലിയുമായി ബന്ധപ്പെട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഇവിടെ വന്ന് സമരം നടത്തുന്നതെന്നാണ്. നമുക്കൊപ്പം KP റെജി ചേരുന്നുണ്ട്. എന്താണ് ഇതിനൊരു പരിഹാരം? എന്താണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്? യഥാർത്ഥത്തിൽ ഇത് 5 മാസത്തെ ശമ്പള കുടിശ്ശിക നിൽക്കുന്ന സാഹചര്യത്തിൽ നടന്ന ഒരു സമരമാണ്. ഇതൊരു വെറും സ്വാഭാവികമായ നീതിയുടെ പാലനത്തിന് വേണ്ടിയുള്ള സമരമാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ നടന്ന ചർച്ചകളിൽ പോലും യൂണിയൻ മുന്നോട്ട് വെച്ചത് 5 മാസത്തെ കുടിശ്ശികയിൽ ഒരു ഭാഗം ഇപ്പോൾ തരിക, തുടർന്ന് ഓരോ മാസവും 30 ദിവസത്തെ ഇടവേളയിൽ ഒരു ശമ്പളം വിതരണം ചെയ്യുക എന്ന ഏറ്റവും ലളിതമായ, കാരണം വിട്ടുവീഴ്ചയുടെ അങ്ങേയറ്റത്തെ ഒരു നിലപാടാണ് യൂണിയനുകൾ സ്വീകരിച്ചത്. എന്നിട്ട് പോലും അതിനോട് അനുഭാവപൂർണ്ണമായി അല്ലെങ്കിൽ അതിനോട് അനുകൂലമായി പ്രതികരിക്കാൻ മാനേജ്മെൻറ്റ് തയ്യാറായില്ല എന്നുള്ളതാണ് ഈ സമരത്തെ ഈ ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് നടന്ന ആഭ്യന്തരമായ ഒരുപാട് പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ നടന്നിരുന്നു. അതിനെല്ലാം അവഗണിക്കുന്ന നിലപാടാണ് മാനേജ്മെന്റ്. ലേബർ കമ്മീഷൻ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകളിൽ 15,000 രൂപ മാത്രം നൽകാമെന്നൊക്കെയുള്ളൊരു നിർദ്ദേശമാണ് മാനേജ്മെന്റ് ഭാഗത്തുണ്ടായെന്ന് പറയുന്നത്. മറ്റേ നമ്മൾ മുന്നോട്ട് വെച്ചത്, ഏറ്റവും ഒടുവിൽ വെച്ച മാനേജ്മെന്റ് ജീവനക്കാർ മുന്നോട്ട് വെച്ചത്, ഈ ഫെബ്രുവരി ഞങ്ങൾ ആദ്യം യഥാർത്ഥത്തിൽ വെച്ചത് നോമ്പിന് മുമ്പ് 2 മാസത്തെ, അതായത് സെപ്റ്റംബറിലെ ശമ്പളം കിട്ടാനുള്ള ഒരു പകുതിയോളം ആളുകളുണ്ട്. അവർക്കും ബാക്കിയുള്ളവർക്കും ഒരു 2 മാസത്തെ കുടിശ്ശിക നോമ്പിന് മുമ്പ്. നോമ്പ് മാധ്യമത്തിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതയുള്ള, വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമായതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിമാൻഡ് വെച്ചത്. അത് ചർച്ച ചെയ്ത് അറിയിക്കാമെന്നുള്ളൊരു നിലപാടിലാണ് 3-ാം തീയതിയിലെ ചർച്ചയിൽ മാനേജ്മെൻറ്റ് പിരിഞ്ഞത്. പക്ഷേ 11-ാം തീയതി ചേർന്ന ചർച്ചയിൽ മാനേജ്മെൻറ്റ് അതിൽ നിന്ന് വളരെ പിന്നാക്കം പോവുകയും മാർച്ച് 31 വേണം ഈ തുക, അതായത് ഒക്ടോബറിലെ ശമ്പളം മാർച്ച് 31 തരാമെന്നുള്ള വളരെ പിന്തിരിപ്പനായ, വളരെ പ്രതിലോമകരമായൊരു നിലപാടാണ് മാനേജ്മെൻറ്റ് സ്വീകരിച്ചത്. അതിനെ തുടർന്ന് വീണ്ടും പലവട്ടം അന്ന് ലേബർ കമ്മീഷൻ ഓഫീസിൽ നടന്ന ചർച്ചയ്ക്ക് ഒടുവിലാണ് ഈ മാസം, അതായത് ഫെബ്രുവരി 28-നകം ഒരു മാസം, അതായത് സെപ്റ്റംബറിൽ ബാക്കി കൊടുക്കാനുള്ളവർക്ക് ഈ മാസം തൽക്കാലം കൊടുക്കേണ്ട, അത് നമുക്ക് പിന്നീടൊരു ഡേറ്റ് നിശ്ചയിക്കാം, പകരം എല്ലാ ജീവനക്കാർക്കും 1 മാസം ശമ്പളം കിട്ടുന്ന രീതിയിൽ ഈ മാനേജ്മെന്റ് ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ട് എന്നൊക്കെ പറയുന്നു. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് കുറച്ച് മാനേജ്മെൻറ്റ് പല രീതിയിൽ ഇതിൻ്റെ വരുമാനത്തെ പല ഘട്ടത്തിലേക്ക് വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് മാധ്യമത്തിൻ്റെ ഓഫീസിനുള്ളിലേക്ക് കടന്നു ചെന്നാൽ തന്നെ പല കമ്പനികളുടെ ബോർഡുകൾ അവിടെ കാണാം, പല കമ്പനി LLP-കൾ. പ്രതികരണങ്ങൾ ഞാൻ എടുക്കുന്നു. സർ, വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നു. എന്താണ് ഇതിനെക്കുറിച്ച്? സ്ത്രീകളടക്കമുള്ള ആളുകൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് പറയാം? ഞങ്ങൾ ഇപ്പം നിലവിൽ 5 മാസത്തിലേറെയായി കുടിശ്ശിക, ശമ്പള പ്രതിസന്ധി തുടരുകയാണ്. ഞങ്ങൾ അവരായിട്ട് ചർച്ചയ്ക്ക് നിൽക്കുമ്പോൾ പോലും വളരെ ജനാധിപത്യപരമായിട്ടുള്ള നീക്കങ്ങളോട് പോലും
വളരെ മോശമായിട്ടുള്ള രൂപത്തിലുള്ള സമീപനമാണുള്ളത്. ഈ കൺസീലിയേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, അതുപോലെ ഞങ്ങൾ നടത്തുന്ന സമരം ഒക്കെ തന്നെയും വളരെ ജനാധിപത്യപരമായിട്ടുള്ള മാർഗത്തിൽ സ്ഥാപനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന യൂണിയനാണ് ഈ സമരം നടത്തുന്നത്. അപ്പം ഞങ്ങളുടെ സമരത്തെ തികച്ചും നെഗറ്റീവായിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം തന്നെ സൈബർ പോരാളികളെ അഴിച്ചുവിട്ടുകൊണ്ട് വളരെ മോശമായിട്ട് തികച്ചും അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സ്വഭാവത്തിലൂടെ തകർക്കാൻ നോക്കുകയാണ്. മാനേജ്മെന്റ് ഫാസിസ്റ്റായി മാറുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഇതിനകത്ത് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളൊരു കാര്യം, കേരളത്തിൽ ആദ്യമായിട്ട് വേജ് ബോർഡ് നടപ്പാക്കിയ ഒരു സ്ഥാപനമാണ്. പക്ഷേ മോദി സർക്കാർ ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്ന ലേബർ കോഡ്, ഓൾറെഡി കൊണ്ടുവന്ന ലേബർ കോഡ് കേരളത്തിൽ അത് ചട്ടമാകാനിരിക്കെ ഈ ലേബർ കോഡിനെ അതിനെ ആയുധമാക്കിക്കൊണ്ട് കേരളത്തിൽ ഒരു പക്ഷേ ആദ്യമായിട്ട് മാധ്യമ മേഖലയിൽ ലേബർ കോഡ് നടപ്പാക്കാൻ പോകുന്ന ഒരു സ്ഥാപനമായി മാറാൻ മാധ്യമത്തിന്റെ മാനേജ്മെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ വേജ് ബോർഡ് നടപ്പാക്കിയെന്ന് അഭിമാനം കൊള്ളുന്ന ഈ സ്ഥാപനം തന്നെ മോദി സർക്കാരിന്റെ വേജ് കോഡ് നടപ്പാക്കി ആ ഒരു അവരുടെ ക്രെഡിറ്റ് നശിപ്പിക്കാൻ ശ്രമിക്കരുതെന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് മുന്നോട്ട്. പരസ്പര വിരുദ്ധമായ നിലപാടാണ് മാനേജ്മെന്റ് എടുക്കുന്നത്. അതെ തീർച്ചയായിട്ടും അത് പ്രത്യക്ഷമാണല്ലോ. നമ്മളിപ്പോൾ നടന്ന സമരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സ്പേസിൽ നിന്നുകൊണ്ടാണ്. തൊഴിലാളി വർഗം എന്ന് പറയുന്നത് ലോകത്തുടനീളം അല്ലെങ്കിൽ രാജ്യത്തുടനീളം ആ അർത്ഥത്തിൽ വലിയ ഭീഷണികളും വെല്ലുവിളികളും നേരിടുന്ന ഒരു സന്ദർഭത്തിൽ ഞങ്ങൾ കേരളത്തിൽ തുടക്കം കുറിച്ച ഈ സമരം കേരളത്തിലെ മൊത്തം തൊഴിലാളി വർഗത്തെയും തന്നെ സംഘടിത ശക്തിയാക്കാനുള്ള ഒരു നാന്ദി കുറിക്കൽ കൂടിയായിട്ടാണ് നമുക്ക് പറയാനുള്ളത്. ഏതായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് അവരുടെ ഭാഗത്ത് വരുന്നത്. കാരണം നേരത്തെ വേജ് ബോർഡ് നടപ്പാക്കിയ ഒരു സ്ഥാപനം മാതൃകാപരമായി പെരുമാറി. KP റെജി അതുപോലെ VP റെജീന പോലുള്ള മാധ്യമ പ്രവർത്തകരുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. മാസങ്ങളായി ശമ്പളം ലഭിച്ചിട്ട് ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും മികച്ച മാധ്യമ പ്രവർത്തകർക്കുള്ള അവാർഡുകൾ പല കുറി നേടിയിട്ടുള്ളൊരു മാധ്യമ പ്രവർത്തകയാണ് റെജീന. അപ്പോൾ അവരെ പോലുള്ളവർക്ക് സമരവുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ ആ സ്ഥാപനം ഒരു തീരുമാനം അറിയിക്കണം. ഈ തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളോട് ഏത് രീതിയിലാണ് ആ സ്ഥാപനം പ്രതികരിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അത് പ്രതികരിച്ചേ മതിയാകും.